കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഒരു മഞ്ഞക്കടലായി ഇരമ്പുമ്പോഴും പതിനായിരക്കണക്കിന് ആരാധകർ ഒരേ സ്വരത്തിൽ ആർപ്പു വിളിക്കുമ്പോഴും ആ സ്റ്റേഡിയത്തിന്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന ഒരു പേരുണ്ട്, കെവിൻ യോക്ക്. വെറുമൊരു പേരല്ല, അത് പ്രതിരോധ നിരകളുടെ ഉറക്കം കെടുത്തുന്ന ഒരു ഫ്രഞ്ച് കൊടുങ്കാറ്റിന്റെ വിളംബരമാണ്. 29 വയസ്സുകാരനായ ഈ വിങ്ങർ പന്തുമായി കുതിക്കുമ്പോൾ ഗ്യാലറിയിൽ ഉയരുന്നത് വെറും കയ്യടികളല്ല, മറിച്ച് ഒരു ജനതയുടെ മുഴുവൻ പ്രതീക്ഷകളാണ്. ഗ്രീസിലെ പ്രൊഫഷണൽ ഫുട്ബോൾ ലീഗുകളിൽ നിന്നുള്ള വമ്പൻ അനുഭവ സമ്പത്തുമായാണ് കെവിൻ യോക്ക് ബ്ലാസ്റ്റേഴ്സിലെത്തുന്നത്. 2024-25 സീസണിൽ ഗ്രീക്ക് സൂപ്പർ ലീഗിൽ ലെവാഡിയാക്കോസ് എഫ്സിക്കായും പിന്നീട് PAE ചാനിക്കായും പന്ത് തട്ടിയ ആ യൂറോപ്യൻ മികവ് ഓരോ നീക്കത്തിലും പ്രകടമാണ്. മൈതാനത്തിന്റെ ഇരുവശങ്ങളിലും ഒരുപോലെ ആധിപത്യം സ്ഥാപിക്കാൻ കെവിൻ യോക്കിന് പ്രത്യേക വൈഭവമുണ്ട്. ഇടതുകാലെന്നോ വലതുകാലെന്നോ വ്യത്യാസമില്ലാതെ പന്തിനെ മാന്ത്രികമായി നിയന്ത്രിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് എതിരാളികളെ പലപ്പോഴും നിസ്സഹായരാക്കുന്നു. കളി എത്ര കടുപ്പമേറിയതായാലും യോക്കിന്റെ കാലുകളിലേക്ക് പന്തെത്തുമ്പോൾ ആരാധകർക്കറിയാം അവിടെ ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നുവെന്ന്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ജേഴ്സികൾ വിറ്റുപോയ താരമെന്ന റെക്കോർഡ് വെറുതെ ഉണ്ടായതല്ല, അത് മലയാളികളുടെ ഫുട്ബോൾ ഹൃദയത്തിലേക്ക് അയാൾ എത്രത്തോളം ആഴത്തിൽ ഇറങ്ങിച്ചെന്നു എന്നതിന്റെ തെളിവ് മാത്രമാണ്. ഓരോ തവണ അയാൾ പന്തുമായി വിങ്ങിലൂടെ ഇരിച്ചു കയറുമ്പോഴും കൊച്ചിയിലെ ഗ്യാലറി ഒന്നടങ്കം എഴുന്നേറ്റ് നിൽക്കുന്നത് ആ മിന്നൽ വേഗതയോടുള്ള ആദരവ് കൊണ്ടാണ്. വേഗതയും കൃത്യതയും ഒത്തുചേരുന്ന ആ ശൈലി ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരക്ക് നൽകുന്ന കരുത്ത് സമാനതകളില്ലാത്തതാണ്. വിങ്ങിലൂടെ എതിരാളികളെ വെട്ടിച്ചു കുതിക്കുമ്പോൾ അയാളുടെ ശരീരഭാഷയിൽ ഒരു വേട്ടക്കാരന്റെ വന്യതയുണ്ട്. മഞ്ഞപ്പടയുടെ പോരാട്ട വീര്യത്തിന് പുതിയ മാനങ്ങൾ നൽകിയ കെവിൻ യോക്ക് ഇന്ന് വെറും ഒരു വിദേശ താരമല്ല, മറിച്ച് കേരളത്തിന്റെ സ്വന്തം ഫുട്ബോൾ വികാരമാണ്. തന്റെ ടീമിനായി ഓരോ സെക്കൻഡും ആത്മസമർപ്പണത്തോടെ പോരാടുന്ന ആ മനോഭാവത്തെ ആരാധകർ നെഞ്ചേറ്റുന്നു. മൈതാനത്ത് അയാൾ തീർക്കുന്ന ഓരോ ചലനവും ഒരു കഥയാണ്, നിശ്ചയദാർഢ്യത്തിന്റെയും വിജയദാഹത്തിന്റെയും പോരാട്ട കഥ. വിജയങ്ങളിലേക്കുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ യാത്രയിൽ കെവിൻ യോക്ക് എന്ന പേര് എന്നും സുവർണാക്ഷരങ്ങളാൽ എഴുതപ്പെട്ട ഒന്നായിരിക്കും.